ഞാൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇതിനു മുമ്പ് സമാനമായ സാഹചര്യം സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയും മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടായതുകൊണ്ട് മരണം സംഖ്യ 33 ചുരുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുണ്ട്. നേപ്പാളിൽ ഇതിനു മുമ്പ് 2024 ഈ ഇത്രയും വലിയ ആഘാതത്തിലല്ലെങ്കിലും ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് സംവിധാനം അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വലിയ ചെലവേറിയതാണ്. നേപ്പാൾ പോലുള്ള ഒരു രാജ്യത്തിന് അത് താങ്ങാൻ പറ്റുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി. നേപ്പാൾ പലതരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ കടന്നുപോയ ഒരു ചെറു രാജ്യമാണ്, നമ്മുടെ അയൽ രാജ്യമാണ്. നേപ്പാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിർത്തി പങ്കിടുന്ന, നമ്മളെ കൂടി ബാധിക്കുന്ന ഈ ഹിമാലയൻ മേഖലകളുള്ള സ്ഥലം കൂടിയാണ്. അതിനെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതോടൊപ്പം ഈ നിരീക്ഷണ സംവിധാനം നേപ്പാളിന് നൽകാൻ വേണ്ടി ഒരു ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് ധനസഹായം ഒക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കിട്ടിയിട്ടില്ല എന്ന് വേണം അല്ലേ മനസ്സിലാക്കാൻ? സ്മൃതി, ദുരന്തമുഖത്ത് വിറങ്ങലിച്ച് നിൽക്കുകയാണ് നേപ്പാൾ എന്ന ഹിമാലയൻ പർവ്വത രാജ്യം. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഹിമാലയാസ് തന്നെ ലോകത്തെ ഏറ്റവും പരിസ്ഥിതി ലോല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത നിരയാണ്. ലോകത്തെ ഏറ്റവും വലിയ പർവ്വതങ്ങളുള്ള നിരയാണ്. അപ്പോൾ ഇത് തന്നെ ഒരു ടെക്ടോണിക് പ്ലേറ്റ് ഷിഫ്റ്റിൻ്റെ ഭാഗമായി ഇന്ത്യൻ കോണ്ടിനെൻ്റൽ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും സംയോജിച്ചുണ്ടായ, അങ്ങനെ ഉയർന്നുണ്ടായ ഹിമാലയം വളരെ ഫ്രജൈലാണ്. അപ്പോൾ ആ ഫ്രജൈൽ മേഖലയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങൾ എന്ന ഗണത്തിലേക്ക് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ എഴുതി തള്ളും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ജിയോളജിക്കൽ ആംഗിൾ നമ്മൾ പരിശോധിച്ചു, അതുപോലെ തന്നെ എൻവയൺമെൻറ്റൽ കാലാവസ്ഥാപരമായ ആംഗിൾ പരിശോധിച്ചു, അതിൻ്റെ ഹ്യൂമൻ ട്രാജഡി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ കോസ്റ്റ് അതിനകത്ത് ഇൻവോൾവ് ആണ്, അത് നമ്മൾ പരിശോധിച്ചു. പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ രാജ്യാന്തര മേൽനോട്ടം, ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇത് മാനവരാശിയുടെ വിഷയമാണ്. നേപ്പാളിലെ കുറേ പേര് മരിച്ചു, അല്ലെങ്കിൽ കുറേ സഞ്ചാരികൾ ഈ മാനസരോവർ കാണാനായി അല്ലെങ്കിൽ കൈലാസ മാനസരോവർ യാത്രയിൽ ഏർപ്പെട്ടിരുന്നവർ മരിച്ചു എന്ന രീതിയിൽ ചരിത്രത്തിൽ ഇത് എഴുതി തള്ളേണ്ട ഒരു കാര്യമല്ല. വാട്ട് ക്യാൻ വി ആക്ച്വലി ഡു ടു പ്രിവെൻറ്റ് സച്ച് കൈൻഡ് ഓഫ് കാറ്റസ്ട്രോഫി ഇൻ ദ ഫ്യൂച്ചർ? ഇതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ കാര്യം സ്മൃതി ഓർമ്മിപ്പിച്ചു. അതുപോലെ പല ദുരന്തമുഖങ്ങളിലും മുൻകൂട്ടി അറിയിപ്പ് ഉണ്ടാകേണ്ടതാണ്. ഇത് അറിയിപ്പിൻ്റെ മാത്രം വിഷയമല്ല, ഇവിടെ ഇതൊരു രാഷ്ട്രാന്തര ഇവൻ്റാണ്. ഞാനൊരു അന്താരാഷ്ട്ര നിരീക്ഷകൻ എന്ന നിലയിലാണ് ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ, ഈ ദുരന്തത്തിന് ഒരു രാഷ്ട്രാന്തര മുഖം കൂടിയുണ്ട് സ്മൃതി. ഇതിൻ്റെ പ്രഭവ സ്ഥാനം ഗെയ്റോങ് മേഖലയാണ്. അത് ചൈനയിലാണ്, ടിബറ്റാണ്. ചൈനീസ് അധിനിവേശമുള്ള ചൈനീസ് പ്രദേശമായ ടിബറ്റിൻ്റെ പടിഞ്ഞാറൻ ഭാഗമാണ്. പടിഞ്ഞാറൻ ടിബറ്റിൻ്റെ തെക്ക് ഭാഗം, ആ ഭാഗമാണ് ഈ നേപ്പാളിൻ്റെ വടക്ക് ഭാഗവുമായി യോജിക്കുന്ന ആ മലനിരകളാണ്. അവിടുത്തെ ഒരു ഗ്ലേസിയർ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം വീതിയുള്ള, 1/2 ചതുരശ്ര കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ മഞ്ഞുകട്ട അല്ലെങ്കിൽ ഗ്ലേഷ്യൽ ഒരു ഫോളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഏതാണ്ട് 1.5-2 കിലോമീറ്ററോളം നേരെ കുത്തനെ താഴേക്ക് പതിക്കുകയാണ്. ഗ്ലേഷ്യർ ലേക്ക് ഫോർമേഷൻ, അതുകൊണ്ടാണ് ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് എന്നാണല്ലോ ഇതിന് പറയുക. GLOF എന്നാണല്ലോ ഇതിന് പൊതുവെ പറയുന്ന പേര്. അപ്പോൾ ഇത് സംഭവിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ നോക്കൂ, വളരെ ഭീതിതമായ രീതിയിലാണ് ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ്, അത് ടിബറ്റിലും പിന്നെ നേപ്പാളിലും ഇന്ത്യയിലുമുള്ള ഹിമാലയൻ റേഞ്ചസിലെ ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ ഹിമാനികൾ ഉരുകി ഒലിക്കുന്നത്. മറ്റിടങ്ങളിലെ സ്വിറ്റ്സർലൻഡിലെയോ അല്ലെങ്കിൽ ആർട്ടിക് മേഖലയിലെയോ ഒക്കെയുള്ള ഹിമാനികൾ ഉരുകി നഷ്ടപ്പെടുന്നതിനേക്കാൾ 50% വേഗതയിലാണ് ഹിമാലയൻ ഗ്ലേഷ്യേഴ്സിൻ്റെ ഒരു പതനം. അത് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് സംഭവിക്കുന്നതാണ്. 2 പ്രധാനപ്പെട്ട കാർബൺ എമിറ്റേഴ്സ്, അത് ഇന്ത്യയും ചൈനയുമാണ്, വ്യാവസായിക രാജ്യങ്ങൾ കൂടിയാണ്, ഉത്പാദനം ഉണ്ട്. തീർച്ചയായും കാർബൺ എമിഷൻ എവിടെയുണ്ട്. അതൊരു ഗ്ലോബൽ കൺസേൺ തന്നെയാണ്. ഗ്ലോബൽ വാർമിംഗ് ഒരു ഗ്ലോബൽ കൺസേൺ ആണ്, ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് കൊണ്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. അതൊരു ലാർജർ ഇഷ്യൂ ആണ്. പക്ഷേ കുറച്ചുകൂടി സ്പെസിഫിക്കും മൈന്യൂട്ടുമായ ഒരു ഇഷ്യൂ ഇതിനകത്ത് അന്തർലീനമാണ്. ചൈനയുടെ ഭാഗത്ത്, ടിബറ്റിൻ്റെ തെക്കൻ ഭാഗങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ടിബറ്റിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ വൻതോതിലുള്ള കൺസ്ട്രക്ഷൻസാണ്. ഡാം, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന രൂപത്തിൽ 100 കണക്കിന് ചെറുതും വലുതുമായ തടയണകളും ഡാമുകളും കൺസ്ട്രക്ട് ചെയ്യുന്നു. അതുപോലെ ഈസ്റ്റേൺ ടിബറ്റ്, നമ്മുടെ അരുണാചൽ പ്രദേശിൻ്റെ നേരെ മുകൾ ഭാഗത്തുള്ള വടക്കുള്ള ആ ഭാഗത്തെ പല നദികളുടെയും ഗതി തിരിച്ചു വിട്ടുകൊണ്ട് വൻതോതിലുള്ള കൺസ്ട്രക്ഷൻ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലാണ്, പൂർത്തീകരണത്തോട് അടുക്കുകയാണ്. ചൈനയിലാണ്, ടിബറ്റിലാണ്.
ഇതൊക്കെ ഇന്ത്യയുടെ നേരെ മുകളിൽ, നേരെ നോർത്തായി ഉള്ള ജല ബോംബുകളാണ് എന്ന് ഓർക്കണം. ഈ ഡാമുകൾ ചെലുത്തുന്ന മർദ്ദം വളരെ ഭീമമായ മർദ്ദമാണ്. പൊതുവെ ദുർബലമായ പരിസ്ഥിതി, ദുർബലമായ ഫ്രജൈൽ സോണായ ഹിമാലയ സാനുക്കളിൽ സ്വാഭാവികമായി നമുക്കറിയാമല്ലോ 4000-5000 ചെറുതും വലുതുമായ ഗ്ലേഷ്യൽ ലേക്സ് എവിടെയുണ്ട്. അതേക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ആർട്ടിഫിഷ്യലായി അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ലേക്സ് രൂപപ്പെടുകയാണ്. അങ്ങനെ ഒരു ലേക്ക് പെട്ടെന്ന് രൂപപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം. ആ ലേക്കിൻ്റെ ഔട്ട്ബേഴ്സ്റ്റാണ് ഈ ഘോസി നദിയിലൂടെ വരികയും അത് പിന്നെ ടിബറ്റിൻ്റെ ഭാഗത്ത്, അതായത് നേപ്പാളിൻ്റെ ഭാഗത്ത് വരുമ്പോൾ തൃശ്ശൂൽ നദിയായി വരുന്നു. ഇവർ ബീഹാറിലേക്കും ഒക്കെ കയറുമ്പോൾ അത് ത്രിവേണി നദിയായി മാറുന്നു. ഇതിലേക്കൂടെ പോകുന്ന ജലം മാത്രമല്ലല്ലോ, കല്ല്, കട്ട, ഡെബ്രി, ഐസ് കട്ടകൾ എല്ലാം ചേർന്നുകൊണ്ട് ദ്രുതഗതിയിൽ ഒരു റെസിസ്റ്റൻസും ഇല്ലാത്ത രീതിയിൽ കെട്ടിടങ്ങളെയും, എന്തിന് ഇവിടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അപകടം നടന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇമിഗ്രേഷൻ ക്ലിയറൻസ് സെൻ്ററാണ്. അപ്പോൾ ചൈനയിലേക്ക് പോകാൻ, ടിബറ്റിലേക്ക് പോകാനും നേപ്പാളിൽ നിന്നും മറ്റു പലയിടത്തേക്കും പോകാനുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ സെൻ്ററാണ് ഏതാണ്ട് പൂർണ്ണമായി. അവിടെയാണ് ഏറ്റവും അധികം ആൾനാശമുണ്ടായത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ നോക്കൂ, ഈ ഹിമാലയസ് പോകരുത് എന്ന് പറയാൻ സാധിക്കുമോ? അത് മതപരമായ സിഗ്നിഫിക്കൻസ് ഇല്ലേ? കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഇല്ലേ? മാനസരോവർ തീർത്ഥയാത്ര എന്ന് പറയുന്നത് ഭാരതീയൻ്റെ അവകാശമല്ലേ? അത് ഭാരതത്തിലല്ല, അത് ചൈനയുടെ ടെറിട്ടറിയിലാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ അക്കാര്യത്തിൽ ചില ധാരണകളുണ്ട്. സഞ്ചാരികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രോട്ടോക്കോളുകളുണ്ട്, ധാരണകളുണ്ട്. നേപ്പാൾ അതിൻ്റെ ഒരു ട്രാൻസിറ്റ് പോയിന്റാണ്. തീർച്ചയായും നേപ്പാൾ വഴിയാണ് പലപ്പോഴും അങ്ങോട്ട് കടക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ രാഷ്ട്രാന്തരമായ സഹകരണം വേണം. ഏർലി വാർണിംഗ്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ ക്രോഡീകരണം ഉണ്ടാകണം. അതുകൊണ്ട് ഇതൊരു മാൻമെയ്ഡ് കാറ്റസ്ട്രോഫി മാത്രമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ രാഷ്ട്രാന്തര രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. മുൻകൂട്ടി ഇതറിയിക്കാൻ, യാത്രാപഥങ്ങൾ ഉൾപ്പെടെ മുൻകൂട്ടി അറിയിക്കാനും, വാസസ്ഥലങ്ങൾ നദീതീരത്ത് നിന്നും വളരെ മാറി, അത് ഡേഞ്ചർ സോണിൽ നിന്നും മാറി, ഇതൊക്കെ ഹിമപാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അവലാഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ രീതിയിൽ എൻവയൺമെന്റൽ ക്ലിയറൻസ് കൊടുക്കണം. പരിസ്ഥിതി ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വികസനത്തിൻ്റെ മറവിലും പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ മറവിലും ഒക്കെയുള്ള കാര്യങ്ങൾ മാറ്റുക എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലാർജർ ഇഷ്യൂവായി പരിഗണിക്കേണ്ട വിഷയം. നേപ്പാൾ മാത്രം ആലോചിക്കേണ്ട കാര്യവുമല്ല എന്നുള്ളതാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.